സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രഭയാണെങ്കിൽ ആ ഒരു സത്യം മനസ്സിലാക്കുന്നുണ്ട്. നന്ദനും ദേവികയും വീണ്ടും സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കാനായിട്ട് പോകുന്നുവെന്ന്. എന്തായാലും അവർക്ക് മകനും മരുമോളും ഒന്നിച്ചതിൽ ഒത്തിരി സന്തോഷമാണുള്ളത്. പക്ഷേ സ്ഥാനാർത്ഥിയായിട്ടുള്ള അല്ലെങ്കിൽ എതിർകക്ഷിയായിട്ടുള്ള ദേവികയെ ഒരിക്കലും മിത്രമായി കാണില്ല എന്നും അത് എപ്പോഴും തന്റെ ശത്രുവായിരിക്കുമെന്നും പ്രഭാവതി നന്ദനോട് വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് അവസാനത്തെ ഒരു ശ്രമമായിട്ട് സിദ്ധാർത്ഥനാണെങ്കിൽ BDF നേതാവിനെ ചെന്ന് കാണുന്നുണ്ട്. തന്റെ ഭാര്യ പ്രഭാവതിയെ സ്ഥാനാർത്ഥിയിൽ നിന്നും ഒഴിവാക്കണമെന്നും അത് തങ്ങളുടെ കുടുംബത്തെ തന്നെ ബാധിക്കുമെന്നൊക്കെ നേതാവിനോട് പറയുമ്പോൾ, ഞാനായിട്ട് പ്രഭാവതിയോട് ചെന്ന് ചോദിച്ചതല്ലെന്നും പ്രഭാവതി ഇങ്ങോട്ട് വന്ന് മത്സരിക്കാമെന്ന് പറഞ്ഞതാണെന്നും പ്രഭയെ പോലെ രാമനാഥപുരത്ത് ഇനി ഇത്രയ്ക്ക് നല്ലൊരു മത്സരാർത്ഥിയെ കിട്ടുമെന്ന് തന്നെ സംശയമാണ്. കാരണം സിദ്ധാർത്ഥ് തന്റെ പാർട്ടിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് സിദ്ധാർത്ഥ. നിന്റെ ഭാര്യയാണ് മത്സരിക്കാനായിട്ട് വരുന്നത്, അതുകൊണ്ട് ഒരിക്കലും അവരെ തള്ളിക്കളയില്ല എന്നൊക്കെ പറയുമ്പോൾ സിദ്ധാർത്ഥനാണെങ്കിൽ അയാളോട് ദേഷ്യപ്പെടുകയാണ്. എങ്ങനെ മാറ്റണമെന്ന് എനിക്കറിയാമെന്നൊക്കെ സിദ്ധു പറയുന്നു. എന്തായാലും ഈ സമയം നന്ദൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അച്ഛൻ ഇനി അവിടെ എങ്ങനെയും ഇരിക്കാതെ അമ്മയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കണം, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ, അതെന്താന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കുന്നൊക്കെ സിദ്ധാർത്ഥൻ നന്ദനോടും ദേവികയോടും പറയുകയാണ്. പിന്നീട് ഈ സമയം സിദ്ധാർത്ഥനാണെന്ന് കരുതിയിട്ട് കോളിംഗ് ബെൽ കേൾക്കുമ്പോൾ പ്രഭാവതിയാണെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അവരെ കാത്തിരിക്കുന്നത് വലിയൊരു ദുരന്തം. 2 ചെറുപ്പക്കാർ വന്ന് പ്രഭയുടെ തലയ്ക്കടിച്ച് ബോധം കെടുത്തി അവിടെ ഇട്ടിട്ട് പോകുന്നു. എന്തായാലും പ്രഭയാണെങ്കിൽ ചോര വാർന്ന് കിടക്കുന്നുണ്ട്. ഈ സമയം സിദ്ധു ആണെങ്കിൽ മദ്യപിച്ചിട്ട് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. കോളിംഗ് ബെൽ അടിക്കുമ്പോൾ പ്രഭാവതിയാണെങ്കിൽ ഡോർ തുറക്കുന്നില്ല. ദേഷ്യമാണെന്ന് കരുതുന്ന സിദ്ധു ആണെങ്കിൽ ഡോർ തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഞെട്ടിക്കുന്നത്. അതായത് ചോര വാർന്ന് പ്രഭാവതിയാണെങ്കിൽ അങ്ങനെ നിലത്ത് കിടക്കുന്നു. സിദ്ധാർത്ഥൻ ഒട്ടും താമസിക്കാതെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്തായാലും അയാളാണെങ്കിൽ ഈ വിവരം രജനിയെയും അതുപോലെ നന്ദനെയൊക്കെ തന്നെ അറിയിക്കുന്നുണ്ട്. എല്ലാവരും ഷോക്കാവുന്നു. അങ്ങനെ പ്രഭാവതിക്ക് എതിരെ നടന്ന ആക്രമണത്തെക്കുറിച്ച് വലിയൊരു വാർത്ത തന്നെ പിറ്റേ ദിവസം വരുന്നുണ്ട്. എന്തായാലും അത് ആരാണ് ചെയ്തെന്നുള്ള കാര്യം വ്യക്തമായിരിക്കുക. അരുന്ധതിയാണെങ്കിൽ ത്യാഗരാജനെ വിളിച്ചു വരുത്തുന്നുണ്ട്. ഇതാരാണ് ചെയ്ത്, ഇനി എന്തായാലും തനിക്കെതിരെ പ്രഭ സംശയം ഉന്നയിക്കുമെന്നൊക്കെ പറയുമ്പോൾ ത്യാഗരാജൻ പറയുകയാണ്, മറ്റൊരു വഴിയില്ലാതെയാണ് ഞാനിത് ചെയ്തത്. എന്തായാലും ഇലക്ഷൻ അടുത്ത് വരികയാണ്, അവര് പ്രചരണത്തിനായിട്ട് ഇറങ്ങരുത്, അതുകൊണ്ടാണ് താൻ ഇങ്ങനെ ഒരു കളി കളിച്ചെന്ന് ത്യാഗരാജൻ അരുന്ധതിയോട് പറയുമ്പോൾ അരുന്ധതിക്കാണെങ്കിൽ തന്റെ ക്ഷമ നശിക്കുന്നു. അവരാണെങ്കിൽ ഒന്നും നോക്കുന്നില്ല. ത്യാഗരാജന്റെ കരണം നോക്കി ഒന്ന് പുകയ്ക്കുകയാണ്. താൻ എന്ത് പണിയാണ് ഈ ചെയ്തത്? ഇത് നമ്മുടെ പാർട്ടി തോൽക്കാനും അതുപോലെ പ്രഭ ജയിക്കാനും വലിയൊരു സംഭവമായി തീരും. ദേവിക ഉറപ്പായിട്ടും ഈ ഇലക്ഷനിൽ തോൽക്കും. താന് ബുദ്ധിയില്ലാതെ അവരൊന്നും പ്രവർത്തിക്കാതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അരുന്ധതിയാണെങ്കിൽ ആകെ ദേഷ്യപ്പെടുന്നു. ഈ സമയം ത്യാഗരാജന് തന്റെ തെറ്റ് മനസ്സിലാവുന്നുണ്ട്. കാരണം ഉറപ്പായിട്ടും BDF ജയിക്കുമെന്നുള്ള കാര്യം അയാൾക്ക് ബോധ്യപ്പെടുകയാണ്. KDF ആൾക്കാരാണ് ഇങ്ങനെ ചെയ്തെന്നും അതുപോലെ ദേവിക തോൽക്കാനുള്ള വലിയൊരു വിഷയമാണെന്നും ത്യാഗരാജൻ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഈ സമയം ഹോസ്പിറ്റലിൽ പ്രഭയാണെങ്കിൽ സുഖം പ്രാപിച്ചു വന്നിരിക്കുകയാണ്. പ്രഭാവതി ചന്ദ്രമതിയെ വിളിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ചേർന്ന് എന്നോട് ചെയ്ത ഈ ക്രൂരത അതൊരിക്കലും ഈ പ്രഭാവതി മറക്കില്ല. ഇപ്പോഴത്തെ ഇലക്ഷനിൽ ഉറപ്പായിട്ടും ഞാൻ തന്നെയായിരിക്കും ജയിക്കാനായിട്ട് പോകുന്നത്. ഇത് കേൾക്കുന്ന ചന്ദ്രമതി പറയുന്നുണ്ട്, അതിന് ഞങ്ങൾ എന്ത് ചെയ്തെന്നാ പറയുന്നത്? നീ ആയിരിക്കില്ല, പക്ഷെ അവിടെ മറ്റു ചിലരുണ്ടല്ലോ. ഒരു കാര്യം എല്ലാവരോടും കൂടിയിട്ട് പറയുകയാണ്, പ്രഭാവതി ഒരിക്കലും തോറ്റ് പിന്മാറാൻ പോകുന്നില്ല. ഇപ്പൊ ഞാൻ സുഖം പ്രാപിച്ചു, ഇനി എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഈ രാമനാഥപുരം പ്രഭ തന്നെ MLA ആയിട്ട് ഭരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. എന്തായാലും ഈ സമയം ഭാർഗവി ആവട്ടെ ഗൗരിയോട് പൊട്ടിത്തെറിക്കുകയാണ്. എന്റെ പ്രഭക്കുഞ്ഞിനെ എല്ലാവരും ചേർന്ന് ഹോസ്പിറ്റലിലാക്കി, ഇപ്പൊ സമാധാനമായില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ, അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു? നിന്റെ ഉറ്റ സുഹൃത്തുണ്ടല്ലോ അവൾ, ആ ദേവിക, അവളൊക്കെ കൂട്ടി ഒരുക്കിയ പണിയാണ്. എന്റെ പ്രഭക്കുഞ്ഞിന്റെ തലയടിച്ച് പൊട്ടിച്ചു. എന്തായാലും ആരും ജയിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഈ സമയം നന്ദനും രജനിയും ദേവികയും എല്ലാവരും തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അങ്ങനെ ഇതാരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് സിദ്ധാർത്ഥനോട് നന്ദൻ ചോദിക്കുമ്പോൾ, മറ്റാര് ചെയ്യാനാണ്, ഇവിടെ ചിലരുണ്ടല്ലോ പെട്ടെന്ന് പൊട്ടിമുളച്ച പാർട്ടി രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് തന്നെ ആയിരിക്കുമെന്ന് രജനിയാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ദേവികയെ നോക്കി പറയുകയാണ്. ദേവിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെ ആവുന്നു. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉറപ്പായിട്ടും ഒരു കാര്യം ഞാൻ പറയാൻ നന്ദ, നിന്റെ ഭാര്യ MLA ആയിട്ടൊന്നും പിന്നെ അധിക നാൾ ഭരിക്കുമെന്ന് കരുതണ്ട എന്നൊക്കെ പറഞ്ഞ് രജനിയാണെങ്കിൽ ഭീഷണിപ്പെടുത്തുകയാണ്. എല്ലാവരുടെയും രാഷ്ട്രീയവും പാർട്ടിയായിട്ട് കുടുംബം തകരാതെ ഇരുന്നാ മതി എന്നൊക്കെ പറഞ്ഞ് രജനി പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്തായാലും നന്ദനാണെങ്കിൽ
ദേവികയെ ആശ്വസിപ്പിക്കുകയാണ്. കാരണം ദേവികയ്ക്കാണെങ്കിൽ രജനി പറയുന്നതൊക്കെ തന്നെ സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.